നവംബറിൽ മെസ്സി കേരളത്തിലേക്ക് വരില്ലെന്ന് സ്ഥിരീകരിച്ച് സ്പോൺസർമാർ. ടീം സ്പെയിനിൽ പരിശീലനത്തിന് പോകുമെന്ന് AFA അറിയിച്ചു. ആഗസ്റ്റ് 14-ന് അങ്കോളയുമായാണ് അർജന്റീനയുടെ സൗഹൃദ മത്സരം. നവംബർ 14-ന് അങ്കോളയുമായാണ് അർജന്റീനയുടെ സൗഹൃദ മത്സരം. ഫിഫ വിൻഡോയിൽ മാറ്റമുണ്ടായതിനാൽ അനുമതി ലഭിച്ചില്ല എന്നാണ് സ്പോൺസർമാരുടെ ഔദ്യോഗിക വിശദീകരണം. നവംബർ 17-ന് അർജന്റീനയും ഓസ്ട്രേലിയയും തമ്മിലുള്ള മത്സരം കൊച്ചിയിൽ നടക്കുമെന്നായിരുന്നു സ്പോൺസർമാരുടെയും സംസ്ഥാന സർക്കാരിന്റെയും പ്രഖ്യാപനം. പിന്നാലെ തിരക്കിട്ട കൂടിയാലോചനകൾ. അനിശ്ചിതത്വത്തിനൊടുവിൽ മെസ്സി എത്തില്ലെന്ന പ്രഖ്യാപനം. അങ്കോളയിൽ നിന്നുള്ള യാത്രാ ദൈർഘ്യം, സ്റ്റേഡിയത്തെ ഫിഫ നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിലെ കാലതാമസം എന്നിവ അനുമതി ലഭിക്കാൻ തടസ്സമായെന്ന് സ്പോൺസർ. പിന്നെ അർജന്റീനയിലേക്ക് ഖത്തറിലേക്ക് വരും. ഖത്തറിൽ നിന്ന് അവർ അങ്കോളയിൽ പോകും, തിരിച്ച് ഖത്തറിൽ വരും, ഒരു ദിവസം അവർ ട്രെയിനിങ് നടത്തും, കേരളത്തിലേക്ക് വരും. അങ്ങനെയായിരുന്നു അവരുടെ തീരുമാനം ഉണ്ടായിരുന്നത്. പക്ഷേ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ അത് ഫിഫ എഗ്രിമെൻറ്റ് വയലേഷനാണ്, അല്ല ഫിഫ റൂൾസിന് വയലേഷനാണ്. അതുകൊണ്ട് അങ്ങനെ കളിക്കാൻ പറ്റില്ല എന്ന് AFA പറഞ്ഞു. ഈ സ്റ്റേഡിയം അപ്രൂവൽ എടുക്കുന്ന ഈ ഒരു നവംബർ വിൻഡോ കളി നടത്താൻ വേണ്ടിയിട്ട് മാത്രമല്ല, ഇന്റർനാഷണൽ കളികൾ മുഴുവൻ നടത്താൻ വേണ്ടിയിട്ടാണ്. വിൻഡോ തരുന്നത് ഫിഫയാണെന്നും മാർച്ച് മാസത്തിലേക്കുള്ള അപേക്ഷയിൽ വൈകാതെ അനുമതി ലഭിക്കുമെന്നുമാണ് സ്പോൺസർമാരുടെ അവകാശവാദം. സ്റ്റേഡിയത്തിലെ നവീകരണ പ്രവർത്തനങ്ങളും തകൃതിയായി നടക്കുന്നുണ്ട്. GCDAയുടെ നിർദ്ദേശപ്രകാരം സ്പോർട്സ് കേരള ഫൗണ്ടേഷനുമായാണ് കരാറെന്നും സർക്കാരിന് ചെലവില്ലെന്നും സ്പോൺസർ. നമ്മൾ 70 കോടി രൂപ കേരളത്തിലെ ഒരു സ്റ്റേഡിയത്തിന് സ്പെൻഡ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഫിഫ റാങ്കിങ്ങിലുള്ള ഇന്റർനാഷണൽ സ്റ്റേഡിയം ആക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് തോന്നുന്നത് അതിനേക്കാളും കൂടുതലാവും എന്നുള്ളതാണ്. ഞാൻ വിചാരിച്ചപ്പോൾ ഉണ്ടായിരുന്നതിനേക്കാളും കൂടുതൽ പണികൾ ഇവിടെയുണ്ട്. മെസ്സിയോ അർജന്റീനയോ കേരളത്തിൽ എത്തുന്നതിലല്ല കാര്യം, ഫിഫ റാങ്കിലുള്ള ഒരു സ്റ്റേഡിയമെങ്കിലും ഉണ്ടാകില്ലേ എന്ന ചോദ്യത്തിലൂടെ പ്രതിസന്ധി മറികടക്കാനുള്ള നീക്കവും സജീവമാണ്. മീഡിയ 1, കൊച്ചി.